വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൽ കോസ്റ്റിംഗ് എന്ന ഭാഗത്തു നിന്നും വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സും ചെയ്യുന്നുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഓരോ സബ്ജക്റ്റെല്ലാം നമ്മളവിടെ അക്കൗണ്ടിംഗ് ആണ് മെയിനായിട്ട് എടുക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നത്. ഇനി ഒരു 1 വീക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിങ്ങിൽ വരുന്ന സിലബസ് കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് അതിനുശേഷം നമ്മൾ HSST കോമേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇടുന്ന വീഡിയോക്ക് അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ HSST കോമേഴ്സിനും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിനും അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. HSST കോമേഴ്സിൻ്റെ കോസ്റ്റിംഗ് എന്ന ഭാഗത്ത് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. When purchases are made by individual departments separately, it is called decentralized purchasing. A system where all the materials are held by a concern are stored at one central place is called. A system where all the materials are held by a concern are stored at one central place is called centralized store. The purchasing and handling of materials are undertaken by buyer of each department. This is known as decentralized stores. The purchasing and handling of materials are undertaken by buyer of each department. It is known as decentralized store. Next question. Inventory control used by a firm when large number of items of goods are dealing. Inventory control used by a firm when large number of items of goods are dealing. It is known as ABC analysis. ABC ഇൻവെൻട്രി കൺട്രോളാണ്. അപ്പോൾ നമുക്കറിയാം ABC ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുമ്പം അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓൾവേസ് ബെറ്റർ കൺട്രോളാണ് അല്ലേ. Then next question. Perpetual inventory system uses dash for inventory control. Bin card and stores ledger. Perpetual inventory system use dash for inventory control, bin card and stores ledger. Next question. Physical verification of stock is done under. Physical verification of stock is done under periodic inventory system. Costs are first traced to activities then to products. Under which cost? Costs are first traced to activities then to products ആണെങ്കിൽ activity based costing. Activity based cost per unit equal to total activity cost divided by total number of units for activity. Total productivity management is also called. Total productivity management is also called total productivity and maintenance or total perfect management എന്ന് പറയും. Total productivity management originate in Japan from Toyota company. 80-20 rule principle പാരറ്റോ അനാലിസിസ് ആണ് വരിക. പാരറ്റോ അനാലിസിസ് എന്ന് പറയുമ്പം 80-20 റൂൾ എന്താണ്? 80% ഓഫ് പ്രോജക്ട്സ് ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം 20% ഓഫ് വർക്ക് or 80% of problems can be traced to 20% of the causes. അതാണ് ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ് എക്സാക്ട്ലി ഇൻ ടൈം, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. JIT ടെക്നിക്. എന്താണ് JIT ടെക്നിക്? ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്. JIT ടെക്നിക് ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ്ലി ടൊയോട്ട കമ്പനി, ജപ്പാൻ. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ റണ്ണിങ് എ പ്രോജക്റ്റ്. Total cost incurred for running a project life cycle. എന്താണ് LCCA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനാലിസിസ് ആണ് കേട്ടോ, LCCA.
ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനാലിസിസിൽ നമ്മൾ ഇനിഷ്യൽ കോസ്റ്റ്, സർവീസ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഡിസ്പോസൽ കോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് റിമൂവിങ് ദ അസെറ്റ്സ് ഫ്രം ദ സൈറ്റ്. കോസ്റ്റ് ഓഫ് റിമൂവിങ് ദ അസെറ്റ് ഫ്രം ദ സൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പോസൽ കോസ്റ്റാണ്. മെത്തേഡ് ഓഫ് ടൈം ബുക്കിംഗ്. ടൈം ബുക്കിങ്ങിൽ വരുന്ന മെത്തേഡ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ്? ടൈം ഷീറ്റ് മെത്തേഡ് ഉണ്ട്, ജോബ് കാർഡ് മെത്തേഡ്, ടൈം ആൻഡ് ജോബ് കാർഡ് മെത്തേഡ്, പീസ് കാർഡ് മെത്തേഡ്. ടൈം റെക്കോർഡ്സ് ഇൻക്ലൂഡ്. 2 രീതിയിലാണ് ടൈം റെക്കോർഡിംഗ് വരുന്നത്, ടൈം കീപ്പിംഗ് ഓർ ടൈം ബുക്കിംഗ്. ടൈം ഷീറ്റ് ഇൻക്ലൂഡ് ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്. 2 types ഓഫ് ജോബ് കാർഡ്സ് ഫോർ റെക്കോർഡിംഗ് വർക്ക് ടൈം ഓഫ് വർക്കേഴ്സ്. ഏതൊക്കെയാണ്? ജോബ് ടിക്കറ്റ്, ജോബ് കാർഡ്, ഇതൊക്കെയാണ്. അപ്പോൾ 2 types ഓഫ് ജോബ് കാർഡ്, ജോബ് ഷീറ്റും ജോബ് കാർഡും ആണ്. അപ്പോൾ ഇവിടെ ജോബ് ഷീറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പം ഫോർ ഈച്ച് വർക്ക് ഓഫ് ദ വർക്ക് ജോബ് ടിക്കറ്റ് കൊടുക്കും. ജോബ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് ജോബ് ആൻഡ് നോട്ട് ഈച്ച് വർക്ക്. നെക്സ്റ്റ് വൺ പീസ് വർക്ക് കാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം ഡ്യൂറിങ് വിച്ച് ദ വർക്കർ പ്രൊഡ്യൂസസ് നത്തിങ് ബട്ട് ഹീസ് ഗിവൺ വേജസ് ഫോർ ദ ടൈം. ഏത് ടൈമാണത്? ഐഡിൽ ടൈമാണ്. ഐഡിൽ ടൈം കാർഡ്സ് ആർ യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ്. എന്തിനാണ് ഐഡിൽ ടൈം കാർഡ് യൂസ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈയിങ് ദ ഐഡിൽ ടൈം ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളിപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയൊരു സബ്ജക്റ്റിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ എഴുതി വെക്കുക. കാരണം ഇത് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങളുടെ സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ല തറോ ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുത്ത് തന്നെ എല്ലാവരും പഠിക്കാം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്